സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള വിഭജന ശ്രമങ്ങളും ജാതിയുടെ പേരിലുള്ള വിഭജനവും എന്നുള്ളതാണ്. സനാതനധർമ്മ വിരുദ്ധതയും ജാതി വിഭജനത്തിനുള്ള ശ്രമങ്ങളും കേൾക്കുമ്പോൾ വളരെ സങ്കീർണമായി തോന്നുന്നതാണെങ്കിലും അല്ലെ, ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ട്. സനാതനധർമ്മ വിരുദ്ധതയും ജാതി വിഭജനത്തിലുള്ള ശ്രമങ്ങളും എന്നൊക്കെ പറയുമ്പോൾ സമയമെടുത്ത് മണിക്കൂറെടുത്ത് വളരെ വിശദമായിട്ട് അതിൻ്റെ പല തലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ നൈസർഗികമായൊരു സങ്കീർണത, ഒരു ഗൗരവത ആ വിഷയത്തിലുണ്ടെന്ന് തോന്നാമെങ്കിൽ പോലും നമുക്കെല്ലാം നിത്യജീവിതത്തിൽ നിത്യേന കണ്ട് പരിചയമുള്ള വളരെ സ്വാഭാവികമായ ഈ നാടിൻ്റെ ഒരു സ്വഭാവമായി മാറിയിട്ടുള്ള ഒന്നാണ് ഈ വിഷയം എന്നുള്ളത്. സനാതനധർമ്മ വിരുദ്ധത നമ്മൾ ഓരോ ദിവസത്തിലും നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സനാതനധർമ്മത്തെ തകർക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമായി, ഉപാധിയായി, മാർഗമായി ജാതി എന്ന് പറയുന്ന ഒരു മുറിവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് കൂട്ടായി ആലോചിക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ പ്രാമാണ്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. സനാതനധർമ്മം മലേറിയ പോലെ, ഡെങ്കു പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒരു രോഗമാണെന്ന് ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഹൃദയതാളമായിട്ടുള്ള, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അടിത്തറയായ ഈ ഭാരതത്തെ ഭാരതമാക്കി മാറ്റുന്ന അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സനാതനധർമ്മത്തെ ഒരു രോഗാവസ്ഥയായി, അത് മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു സിദ്ധാന്തമായി, അത് മനുഷ്യൻ്റെ പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യണം, അതിനെ മറികടന്നാലേ നമുക്ക് വികാസം സാധ്യമാവുള്ളൂ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് എന്താണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്ന് വിശദീകരിക്കേണ്ടി വരുന്നത്. ഇവിടെ ആദ്യത്തെ ചോദ്യം എനിക്ക് ഒരു കൗതുകമായി തോന്നുന്നത്, എന്താണ് ഒരു ചങ്ങലയുടെ ആകെ ബലം എന്നുള്ളത്. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു ചങ്ങലയുടെ ആകെ ബലം എത്രയാണ്? അതിലുള്ള ഓരോ കണ്ണികളുടെയും ബലത്തിൻ്റെ ആകെ തുകയാണോ ഒരു ചങ്ങലയുടെ ആകെ ബലം? 10, 15, 25 കണ്ണികൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചങ്ങലയുടെ ആകെ ബലം അതിലെ ഓരോ കണ്ണിയുടെയും ബലത്തിൻ്റെ ആകെ തുകയാണോ? അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ഒരു ചങ്ങലയുടെ ആകെ ബലം അതിൽ ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ബലമാണ്. ആ ദുർബലമായ കണ്ണിയെ പൊട്ടിക്കാൻ എത്ര ഊർജ്ജം നിങ്ങൾക്ക് ചെലവാക്കണോ ആ ഊർജ്ജത്തിൽ നിങ്ങൾക്ക് ആ ചങ്ങലയെ ഭേദിക്കാൻ സാധിക്കും. നിങ്ങൾ ആ ഊർജ്ജം പ്രയോഗിക്കുമ്പോൾ ആ ദുർബലമായ കണ്ണിയിൽ വെച്ച് ആ ചങ്ങല വിട്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടായിട്ടുള്ള യത്നം കൊണ്ട് ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള സംഘടനകളുടെ, സംവിധാനങ്ങളുടെ കൂട്ടായിട്ടുള്ള യത്നം കൊണ്ട് നിലനിൽക്കുന്ന ഏതൊരു പ്രതിഭാസത്തെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് അതിൻ്റെ ആകെ ബലം എന്നതൊരു സിദ്ധാന്തമാണ്. അതുകൊണ്ട് തന്നെ ആ സിദ്ധാന്തത്തിൻ്റെ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരും എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണിയിലേക്കാണ്. ആ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള, പ്രചാരകന്മാരായിട്ടുള്ള ആളുകൾ ആ ദൗർബല്യത്തെ പരിഹരിച്ച് ആ ചങ്ങലയ്ക്ക് ബലം കൂട്ടാനാണെങ്കിൽ, അതിൻ്റെ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ആ ദുർബലമായ കണ്ണിയിൽ തന്നെ ബലപ്രയോഗം നടത്തിയിട്ട് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കൂട്ടരുടെയും നിതാന്തമായിട്ടുള്ള ശ്രദ്ധ എപ്പോഴും ഏറ്റവും ദുർബലമായിട്ടുള്ള കണികയിലായിരിക്കും. നമുക്കറിയാം, ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഒരു മഹാസമന്വയ പദ്ധതിയാണ്. അതിന് ഏകതയുടെ സ്വഭാവമല്ല, അതിന് അനേകതയുടെ സ്വഭാവമാണ്. അനവധ്യതയാണ്, വിവിധതയാണ്, നിരവധ്യതയാണ് ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. ഏകശിലാരൂപിയായിട്ടുള്ളൊരു ധർമ്മമല്ല, ബഹുസ്വരതയാണ് അതിൻ്റെ സൗന്ദര്യം അല്ലേ. 100 കണക്കിന് വിഭാഗങ്ങൾ, 100 കണക്കിന് പന്ഥുകൾ, 100 കണക്കിന് സമ്പ്രദായങ്ങൾ, 100 കണക്കിന് ജാതികൾ, 100 കണക്കിന് ഉപപ്രാന്തങ്ങൾ, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ദർശനങ്ങളെ, ആയിരക്കണക്കിന് സിദ്ധാന്തങ്ങളെ, ആയിരക്കണക്കിന് സമ്പ്രദായങ്ങളെ ഒത്തുചേർത്ത് നിർത്തുന്ന ഒരു ധർമ്മമാണ്. മറ്റുള്ള സെമിറ്റിക് മതശാസനങ്ങളിൽ നിന്ന് ഹിന്ദുധർമ്മത്തെ വ്യത്യസ്തമാക്കി മാറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏകശിലാരൂപിയായിട്ടുള്ളൊരു സ്വഭാവമില്ല, ബഹുസ്വരതയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്നതുകൊണ്ടാണ്. നമ്മൾ സെമിറ്റിക് മതങ്ങളെന്ന് വിവക്ഷിക്കുന്ന സാധാരണ എബ്രഹാമിക് മതങ്ങളെ പറ്റി പറയുമ്പോൾ ഇവയെല്ലാവരും പിന്തുടരുന്ന ഒരു പൊതുവായിട്ടുള്ള ഘടനയുണ്ട്. ഏത് മതത്തെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവിടെ സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ് എന്ന് പറയും. ഏക ദൈവം, ഏക ഗ്രന്ഥം, ഏക പ്രവാചകൻ. അതല്ലാതെ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇസ്ലാം മതം എടുത്തു നോക്കിക്കോളൂ, ഏക ഗ്രന്ഥം ഖുറാൻ, ഏക ദൈവം അള്ളാഹു, ഏക പ്രവാചകൻ മുഹമ്മദ്. ക്രിസ്ത്യൻ മതം എടുത്തു നോക്കിക്കോളൂ, ഏക ഗ്രന്ഥം ബൈബിൾ, ഏക ദൈവം ഫാദർ, ഏക പ്രവാചകൻ ജീസസ്. യഹൂദ മതം എടുത്തു നോക്കിക്കോളൂ, ഏക ദൈവം ജഹോവ, ഏക പ്രവാചകൻ മോസസ്, ഏക ഗ്രന്ഥം ടോറ. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ മതങ്ങളാണ് എന്ന് സങ്കല്പിക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള സ്വഭാവം. എന്നാൽ ഹിന്ദുധർമ്മത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഹിന്ദുവിൻ്റെ ഏക ഗ്രന്ഥം? ഭഗവത്ഗീതയാണോ? ബ്രഹ്മസൂത്രമാണോ? ഉപനിഷത്താണോ? വേദങ്ങളാണോ? ഇത് ഏതെങ്കിലും ഇല്ലാണ്ട് തന്നെ ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കില്ലേ? ഈ പറയുന്ന പ്രാമാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെയും ആശ്രയിക്കാതെയും ഒരാൾക്ക് ഹിന്ദുവായിട്ട് നിൽക്കാൻ സാധിക്കും എന്നതാണ് ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം. പൊതുവിൽ പറയാറുണ്ട്, ഇവിടെ ഗ്രന്ഥമല്ല ഗ്രന്ഥാലയങ്ങളാണുള്ളത്.
ഇവിടെ ഗ്രന്ഥപുരകളാണ്, ലൈബ്രറികളാണ് ഉള്ളത്. ലോകത്തിലെ ഒരു സമയത്ത് അവിടുത്തെ മനുഷ്യർ, ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ മുഴുവൻ സംസ്കാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഉയർത്തിയിട്ട് അവരെയൊക്കെ സിവിലൈസ് ചെയ്യിച്ചത് ഞങ്ങളാണ് എന്ന് അഭിമാനിക്കാറുള്ള ആളുകളുണ്ടല്ലോ. ഇവിടെ പ്രാകൃതരും അപരിഷ്കൃതരും പാകന്മാരുമായിരുന്ന ഇന്നൊരു ജനസമൂഹത്തെ ഉന്നതമായിട്ടുള്ള ജീവിത മൂല്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്നുള്ള അഭിമാനബോധം കൊണ്ടു നടക്കുന്ന സമൂഹം. ആ സമൂഹം കൂർത്ത കല്ലുകളുമായിട്ട് മാനിന്റെയും മൊയലിന്റെയും പുറകിൽ വേട്ടയാടി നടന്നിരുന്ന ഇരുണ്ട ശിലായുഗങ്ങളിൽ മഹാനഗര പദ്ധതികൾ നിർമ്മിച്ചിരുന്ന സംസ്കാരത്തിന്റെ ബാക്കി ശേഷിപ്പുകാരാണ് നമ്മളെന്നതാണ്. ഇവരുടെ പൂർവികന്മാർ കൂർത്ത കല്ലുകളുമായിട്ട് നടക്കുന്ന കാലത്ത് നളന്ദയിൽ, തക്ഷശിലയിലെല്ലാം ലോകത്തിനു മുന്നിൽ പ്രകാശത്തിന്റെ ഗോപുരങ്ങളായിരുന്ന മഹാസർവകലാശാലകൾ നിർമ്മിച്ചു വെച്ച സംസ്കാരമാണിത്. തക്ഷശിലയിലെ സർവകലാശാല തകർന്നത് ഹൂണന്മാരുടെ ആക്രമണത്തിലാണെങ്കിൽ നളന്ദയിലെ സർവകലാശാല തകർന്നത് ഭക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ഒരു ടൈറന്റിന്റെ ആക്രമണത്തിലാണ്. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാവും ഇപ്പൊ നമ്മൾ നളന്ദയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന സ്റ്റേഷന്റെ പേര് ഭക്തിയാർപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. നളന്ദ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല, നളന്ദ സർവകലാശാലയുടെ പേരിലല്ല നമ്മൾ ആ പ്രദേശത്തെ ഓർക്കുന്നത്. നമ്മൾ ആ പ്രദേശത്തെ ഓർക്കുന്നത് ആ സർവകലാശാലയ്ക്ക് തീയിട്ട് തകർത്ത് കളഞ്ഞിട്ടുള്ള ആ മർദ്ദകനായിട്ടുള്ള അക്രമിയുടെ പേരിലാണ്. അപ്പോൾ ഭക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിൽ നളന്ദ സർവകലാശാല തകർത്ത് കളഞ്ഞപ്പോൾ 3 മാസത്തോളം നിന്ന് കത്തിയ സർവകലാശാല എന്നാണ്. അത്രയേറെ ഗ്രന്ഥങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 90 ലക്ഷം ഗ്രന്ഥങ്ങളാണ് നളന്ദ സർവകലാശാലയിൽ മാത്രം സൂക്ഷിച്ചിരുന്നതെന്ന്. അപ്പോൾ ഏതാണ് ഹിന്ദുവിൻ്റെ ഗ്രന്ഥം എന്ന് വെച്ചാൽ ഗ്രന്ഥങ്ങളില്ല, ഗ്രന്ഥാലയങ്ങളാണ്, ഗ്രന്ഥപുരകളാണ്, സ്വന്തമായിട്ട് ലൈബ്രറികളുള്ള സംസ്കാരമാണ്. എന്നാൽ ഗ്രന്ഥാശ്രിത ധർമ്മവുമല്ല. ഒരു ഗ്രന്ഥവും ഇല്ലാതെ ഒരാൾക്ക് ഹിന്ദുവായിരിക്കാൻ കഴിയും അല്ലേ? എന്നാണ് പരമേ പ്രമാണോ ശ്രുതി എന്നാണ് നമ്മൾ പറയുക. ശ്രുതിയാണ് പരമമായിട്ടുള്ള പ്രമാണം, വേദങ്ങളാണ് പരമമായിട്ടുള്ള പ്രമാണം, അപൗരുഷയങ്ങളാണ് വേദങ്ങൾ. ഇത് ഏതെങ്കിലും മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതല്ല, ഏതെങ്കിലും പുരുഷനാൽ രചിക്കപ്പെട്ടതല്ല, അപൗരുഷയങ്ങളാണ്, സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ വേദത്തെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കും? നാസ്തികോ വേദനിന്ദക എന്നാണ് പറയുന്നത്. നാസ്തികൻ എന്നതിൻ്റെ നിർവചനം പറയുന്നത് ദേവനെ നിഷേധിച്ചവൻ എന്നല്ല, വേദത്തെ നിഷേധിച്ചവൻ എന്നാണ്. അങ്ങനെയുള്ള നാസ്തികനെയും ചാർവാകനെയും കൂടി ഈ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായി കണ്ട സംസ്കാരമാണ് നമ്മുടേത്. വനവാസകാലത്ത് രാമനെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് ചെല്ലുന്ന ഭരതനോട് രാമൻ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ അയോധ്യാപുരിയിലെ ചാർവാകന്മാർക്കും നാസ്തികന്മാർക്കും ഒക്കെ സൗഖ്യം തന്നെ അല്ലേ എന്നാണ്. ബ്രാഹ്മണർക്കോ പൂജാരിമാർക്കോ സുഖമല്ലേ എന്നല്ല, രാജാവിനെ വിമർശിക്കുന്ന, സമ്പ്രദായത്തെ വിമർശിക്കുന്ന, വ്യവസ്ഥിതിയെ എതിർക്കുന്ന ചാർവാകനും നാസ്തികനും സുഖമായി ഇരിക്കുന്നില്ലേ? അവർക്ക് കൂടി സൗഖ്യമുണ്ടെങ്കിലേ രാജധർമ്മം പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമാണിത്. വേദത്തെ നിഷേധിച്ചവനെ പൊതുവെ പറയാറുണ്ട്. പരശുരാമന്റെ ഉൽപ്പത്തി കഥയിൽ പരശുരാമന്റെ അച്ഛൻ ജമദഗ്നി മഹർഷി വേദത്തെ നിഷേധിച്ച് വിഷ്ണുപൂജ ചെയ്തിട്ടുള്ള ഒരാളുടെ പുനരവതാരമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകനായിട്ട് മഹാവിഷ്ണു തന്നെ പരശുരാമനായിട്ട് ജനിക്കുകയുണ്ടായി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഗ്രന്ഥമല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ. ഏതാണ് ഏക ദൈവം? അവനവൻ്റെ ദൈവത്തിന്റെ മുഴുവൻ പേര് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു ഉണ്ടോ? 330 ദേവതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരാളെ ഇവിടെ എണീപ്പിച്ച് നിർത്തിയിട്ട് ദൈവങ്ങളുടെ പേര് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാല്യവും യൗവനവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ ആ പ്രക്രിയയിൽ തന്നെ കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു പോവും. ഈശ്വരന്മാരുടെ പേര് പിന്നെയും ബാക്കിയാവും. അത്രയേറെ ഈശ്വരന്മാരുള്ള സംസ്കാരം. ഈശാവാസ്യവിധം സർവം. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ചൈതന്യമായിട്ട് ഈശ്വരാംശം കുടികൊള്ളുന്നുണ്ട് എന്ന് വിശിഷ്ട സംസ്കാരമാണ്. നമ്മൾ കാണുന്നൊക്കെ ദൈവങ്ങളാണ്. നമ്മളിവിടെ മനുഷ്യരെ പാപിയായിട്ടോ പതിതരായിട്ടോ സ്വർഗപൂങ്കാവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബഹിഷ്കൃതരായിട്ടോ അല്ല കണ്ടത്. അമൃതസ്യ പുത്രാശ്രണവന്തു നിത്യം, അമൃതത്വത്തിന്റെ സന്താനങ്ങളെ, അമരത്വത്തിന്റെ വാഗ്ദാനങ്ങളെ എന്നാണ്. അങ്ങനെയാണ് ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ്, അമരത്വത്തിന്റെ സന്താനങ്ങളെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ദൈവങ്ങൾ. ആരാണ് ഏക പ്രവാചകൻ? ആരാണ് ഹിന്ദുധർമ്മത്തിന്റെ ഏക പ്രവാചകൻ? കൃഷ്ണനാണോ? രാമനാണോ? ശങ്കരനാണോ? ഓരോ കാലഘട്ടത്തിലും യഥാഹി ധർമ്മസ്യ. അതിനായിട്ടുള്ള ടീച്ചർ അവരുടെ ആശംസാ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇതിൽ ഭഗവാൻ തന്നെ പറയുന്ന വാക്യാണ്. ഭഗവാൻ തന്നെ പറഞ്ഞ ബാക്കിയുള്ള അപൂർവ ഗ്രന്ഥങ്ങളുള്ളൊരു സംസ്കാരവും നമ്മുടെ ആണ് കേട്ടോ. കൂട്ടത്തിൽ പറയാണ്, ഇടനിലക്കാരില്ലാണ്ട്, മധ്യസ്ഥന്മാരില്ലാണ്ട്, മീഡിയേറ്റർമാരില്ലാണ്ട് ഈശ്വരൻ മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്ന അപൂർവ പ്രതിഭാസം അരങ്ങേറിയിട്ടുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്ന ഭഗവാൻ മീഡിയേറ്ററെ കൊണ്ട് നിർത്തിയിട്ടല്ല, നടുവിലെ മധ്യസ്ഥനെ കൊണ്ട് നിർത്തിയിട്ടല്ല മനുഷ്യരോട് സംസാരിക്കുന്നത്. എന്താണ്? ഈശ്വര ഉവാച, ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പറയാണ്, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ യഥാത്മാനം സജാമ്യം. എന്തായാലും ചുരുക്കം വെച്ചാൽ ഇവിടെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നുണ്ടോ, എപ്പോഴൊക്കെ ധർമ്മം അപകടത്തിലാവുന്നുണ്ടോ, എപ്പോഴൊക്കെ അസത്യത്തിന് സത്യത്തിന് മേലെയും അനീതിക്ക് നീതിയുടെ മേലെയും അധർമ്മത്തിന് ധർമ്മത്തിന്റെ മേലെയും വിജയം ഉണ്ടാവുന്നുണ്ടോ, അപ്പോഴൊക്കെ ഞാനിവിടെ അവതരിക്കുന്നുണ്ട് എന്നാ.
ഓരോ കാലഘട്ടത്തിലും ഈശ്വരൻ ഇവിടെ പ്രവാചകനായിട്ടും പ്രചാരകനായിട്ടും ആചാര്യനായിട്ടും ഒക്കെ അവതരിച്ചിട്ടുണ്ട്. ബുദ്ധധർമ്മത്തിന്, ബുദ്ധ ജൈന ധർമ്മങ്ങൾക്ക്, നാസ്തിക ദർശനങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിന് മേലെ സ്വാധീനമുണ്ടായപ്പോൾ, ഈ ധർമ്മത്തിന് ഇവിടെ അപജയമുണ്ടായപ്പോൾ, സനാതന സംസ്കൃതിക്ക് വലിയൊരു ഭീഷണി ഉണ്ടായപ്പോൾ എന്താണ് ഏകദണ്ഡവും ഛത്രവുമായിട്ട് ഈശ്വരൻ അവതരിച്ചതാണ് ശങ്കരാചാര്യ സ്വാമികൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ആചാര്യസ്വാമികളുടെ ജീവിതം നോക്കി നോക്കി ഒരു മനുഷ്യനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? 32 വയസ്സിലാണ് ആചാര്യസ്വാമികൾ മരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പ്രഭാഷണം ആരംഭിക്കണം, ഞാൻ ആചാര്യസ്വാമികളെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം, സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യരിലൂടെ പരിണമിച്ച് അസ്മദാചാര്യ പര്യന്തം എൻ്റെ ആചാര്യനിൽ വന്നവസാനിക്കുന്ന ഗുരു പരമ്പരയെ നമിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ്. അത് സനാതനമായിട്ടുള്ള ആർഷമായിട്ടുള്ളൊരു ഗുരു പരമ്പരയുടെ തുടർച്ചയാണ്. സാക്ഷാൽ സദാശിവനിൽ തുടങ്ങുകയാണ്. ഇവിടെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഇവിടെ ഇടക്കാലത്ത് ജീവിച്ചിട്ടുണ്ട്. ഈ ധർമ്മം ഇന്ന് കാണായതുപോലെ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാന കാരണക്കാരിൽ ഒരാളാണ്. അങ്ങനെയുള്ള ശങ്കരാചാര്യര് 8ാം വയസ്സിൽ കാലടിയിൽ മുതലയുടെ വായിൽ നിന്ന് കാല് വേർപെടുത്തിയിട്ട് പുറപ്പെട്ടു പോയിട്ട് 32 വയസ്സിൽ മരിക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. 24 വയസ്സാണ് ജീവിതകാലം. അതിനിടയിൽ എന്താണ് ആചാര്യൻ എന്ന് പറഞ്ഞ പദവി സമ്പാദിക്കുന്നുണ്ട്. ഹിന്ദുധർമ്മത്തിൽ ഒരാളെ ആചാര്യനായി പരിഗണിക്കുന്നത് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുമ്പോഴാണ്. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതാണ് പ്രസ്ഥാനത്രയം. പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം കൽപ്പിക്കുന്ന ആളെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കും. നമ്മൾ ശങ്കരനെ ആചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എന്താ? ശങ്കരൻ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്വൈത സിദ്ധാന്ത പ്രകാരം ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. നമ്മൾ മാധവനെ ആചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മാധവൻ പ്രസ്ഥാനത്രയങ്ങൾക്ക് ദ്വൈത സിദ്ധാന്ത പ്രകാരം ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. നമ്മൾ വല്ലഭനെ ആചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട്, വിശേഷാദ്വൈതം കൊണ്ട് ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. നമ്മൾ രാമാനുജനെ ആചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട്, ശുദ്ധാദ്വൈതം കൊണ്ട് ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം അദ്വൈതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ഭാഷ്യം ചമച്ചു. ഈ കാലടിയിൽ നിന്ന് നീലം താഴ്വര സർവജ്ഞപീഠംകാരി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള നീലം താഴ്വരയിലാണ് ശാരദാപീഠ്. ആ ശാരദാപീഠത്തിന്റെ ദക്ഷിണദ്വാരം തുറപ്പിച്ചു ആചാര്യൻ. അതുവരെ ആരും തുറപ്പിക്കാത്ത ദക്ഷിണദ്വാരം, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ദക്ഷിണദ്വാരം ആദ്യമായിട്ട് തുറപ്പിച്ചിട്ട് സർവജ്ഞപീഠത്തിൽ അമർന്നു എന്നാണ്. ഈ കാലടിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ കാശ്മീരം വരെ, നീലം താഴ്വര വരെ കാലടിയായിട്ട് സഞ്ചരിച്ചു. അതിനുശേഷം രാജ്യത്തിന്റെ 4 ദിക്കുകളിലേക്കും ശങ്കര ദിഗ്വിജയം എന്നാണ് പറയുക. ദിക്കുകളെ ജയിച്ചു എന്നാ. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ. ഈ ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടല്ലേ ഇന്ത്യ എന്ന് പറയുന്ന, നിങ്ങൾ ഈ പറയുന്ന പ്രദേശമൊക്കെ ഉണ്ടായത്. ഇതിനു മുമ്പ് ഇത് പരസ്പരം പോരടിച്ചിരുന്ന, കലശിച്ചിരുന്ന 400ഓളം നാട്ടുരാജ്യങ്ങളിൽ ഇതിനൊരു കോമൺ മാപ്പെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. കോമൺ മാപ്പ്, ഇന്ത്യക്ക് പൊളിറ്റിക്കൽ മാപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ആചാര്യസ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ള 4 മഠങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ മതി. ഇന്ത്യയുടെ അതിർത്തികൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് വേർതിരിച്ചിട്ട് 4 മഠങ്ങൾ. എന്താണ്? ചതുർധാമങ്ങൾ എന്നാണ് പറയുക. ഹരിദ്വാറിൽ ഒരു മഠം, ബദ്രിയിൽ, നമ്മുടെ ഒറീസയിൽ ഒരു മഠം, നമ്മുടെ കർണാടകയിൽ ഒരു മഠം, ഗുജറാത്തിൽ ഒരു മഠം, പുരി, അങ്ങനെയുള്ള 4 മഠങ്ങൾ. അപ്പോൾ ചതുർമഠങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് 100 കണക്കിന് ക്ഷേത്രങ്ങൾ, 1000കണക്കിന് ഷടകങ്ങൾ, സൂക്തങ്ങൾ, ശ്ലോകങ്ങൾ. ഇതിനിടയിൽ തന്നെ 10 ഉപനിഷത്തുകൾക്കും ദശോപനിഷത്തുകൾക്കും ഭാഷ്യം, ഇതെല്ലാം ചമയ്ക്കുന്നു. ഇതിനിടയിൽ തന്നെ ദശനാമി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, നമ്മളിന്ന് പിന്തുടരുന്ന സന്യാസ സമ്പ്രദായം മുഴുവൻ ആചാര്യസ്വാമികൾ സൃഷ്ടിച്ചാണ്. ദശനാമി എന്ന് പറയുന്ന സമ്പ്രദായം എന്താണ്? ഭാരതി, പുരി, ഗിരി എന്നൊക്കെയുള്ള ഈ ദശനാമി സമ്പ്രദായം. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന എന്താണ്? ഈ ഷൺമത സമ്പ്രദായം, പരസ്പരം ഭിന്നിച്ച് പോരടിച്ച് കലഹിച്ച് നിന്നിരുന്ന ശൈവരെയും വൈഷ്ണവരെയും ശാക്തേയരെയും ഗാണപത്യരെയും കൗമാരരെയും സൗര്യരെയും ഒക്കെ ഇണക്കിയിട്ട് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് 24 വയസ്സിനുള്ളിൽ മരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഒരു അവതാര പുരുഷനാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ നമുക്ക് അതിശയം പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയുള്ള അനവധി അവതാരങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ ഈ ധർമ്മത്തിന് ഒരു ഗ്ലാനി നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടയാൻ, ധർമ്മത്തിൻ്റെ അന്തിമ വിജയം ഉറപ്പുവരുത്താൻ ഓരോ അവതാര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏക ഗ്രന്ഥമല്ല, ഏക ദൈവമല്ല, ഏക പ്രചാരകനോ ഏക പ്രവാചകനോ അല്ല. അതൊരു അനവധ്യതയുടെ, വിവിധതയുടെ, ബഹുസ്വരതയുടെ ഒരു മഹാസുന്ദര സമന്വയ സങ്കല്പമാണ് ഈ ധർമ്മം. അതുകൊണ്ടാണ് ലോകത്തുള്ള മറ്റെല്ലാ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മഹാസമന്വയ പദ്ധതിയായിട്ട് ഹിന്ദുധർമ്മം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈജാത്യങ്ങളെ മുഴുവൻ ഒത്തിണക്കി നിർത്തുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തെ നിലനിർത്താൻ ഈ ധർമ്മത്തിൻ്റെ മൗലികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെപ്പറ്റി ഈ ധർമ്മത്തിനെ പിന്തുടരുന്ന ആളുകൾക്കിടയിൽ തന്നെ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ധർമ്മത്തിന് ഏറെക്കാലം നിലനിൽക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഈ ബഹുസ്വരത ഈ ധർമ്മത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ്. ലോകത്തിൻ്റെ ബാക്കിയുള്ള
സ്ഥലങ്ങളിലെല്ലാം ഹിന്ദുധർമ്മത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ അത്ര തന്നെ പഴക്കവും പാരമ്പര്യമുള്ള നൂറുകണക്കിന് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതീയ സംസ്കാരം മാത്രമല്ല, മയാ സംസ്കാരം, അസ്തീക് സംസ്കാരം, ഇൻക സംസ്കാരം, റോമൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. ഈ സംസ്കാരങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? അധിനിവേശങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വളരെ ചെറിയ സമയം കൊണ്ട് ആ സംസ്കാരങ്ങളൊക്കെ തകർന്നുപോയി. അവയെല്ലാം ഇന്ന് കേവലം മ്യൂസിയങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന മൃതസംസ്കാരങ്ങളാണ്. അവയൊന്നും ജീവിക്കുന്ന, സ്പന്ദിക്കുന്ന സംസ്കാരങ്ങളല്ല. പക്ഷേ ഈ സംസ്കാരത്തിൻ്റെ ബഹുസ്വരതയാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി എന്നുള്ള ശാഠ്യമില്ലായ്മയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ശങ്കരാചാര്യരുടെ അദ്വൈതം ശരിയാണെങ്കിൽ മാധവാചാര്യൻ്റെ ദ്വൈതം തെറ്റല്ലേ? അതെങ്ങനെയാണ് ഒരേ സമ്പ്രദായത്തിനുള്ളിൽ രണ്ടും ശരിയായിട്ട് നിൽക്കുക? ശങ്കരൻ പറയുന്നു അദ്വൈതമാണ്, ഏകം സത് വിപ്രാബഹുതാവതന്തി, അല്ലേ? രണ്ട് എന്ന് പറയുന്ന ചിന്താഗതി ഇല്ല. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്നാണ് ശങ്കരൻ പറയുന്നത്. അല്ല, മാധവൻ പറയുന്നത് അങ്ങനെയല്ല, രണ്ടാണ്. ഇത് രണ്ടും ഒന്നല്ല, രണ്ടാണെന്നാണ് പറയുന്നത്. വല്ലഭാചാര്യൻ പറഞ്ഞു ഇത് രണ്ടും അല്ല ശരി, രണ്ടും അല്ല, ഒന്നുമല്ല, ഊടും പാവുമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. രാമാനുജാചാര്യൻ വേറെയാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ? അങ്ങനെയല്ല. പക്ഷേ ഈ ധർമ്മത്തിൽ ഇവരെല്ലാവരും ശരിയാ. ഇവിടെ ശങ്കരനും ആചാര്യനാണ്, മാധവനും ആചാര്യനാണ്, വല്ലഭനും ആചാര്യനാണ്, രാമാനുജനും ആചാര്യനാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം ശരിയെന്ന് പറയലല്ല. ഓരോരുത്തർക്കും അവരവരുടെ ശരികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തതാണ് ഈ ധർമ്മം. ഓരോരുത്തർക്കും അവനവൻ ശരിയെന്ന് വിശ്വസിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാം. ഒടുവിൽ എല്ലാവരും എത്തുന്നത് ഒരേ ശരിയിൽ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് ഈ ധർമ്മം. ഏതൊക്കെ വഴികളിലൂടെ ഒഴുകിയാലും ഒടുവിൽ ആ സാഗരത്തിൽ തന്നെയാണല്ലോ എല്ലാ ജലാശയങ്ങളും വന്നു ചേരുന്നത്. അതേപോലെ ഈശ്വരനെ അന്വേഷിച്ചിട്ടുള്ള നിങ്ങളുടെ അന്വേഷണങ്ങൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ആവട്ടെ, ഒടുവിൽ ഏകം സത് വിപ്രാവഹുതാവതന്തി, ഏകമായിട്ടുള്ള സത്യത്തെ തന്നെയാണ് നിങ്ങൾ പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല തലങ്ങളിൽ ആരാധിക്കുന്നത് എന്ന ഏകാത്മതയിൽ ഉറച്ചുകൊണ്ടാണ് ഈ ധർമ്മത്തിൻ്റെ ബഹുസ്വരത നിലനിൽക്കുന്നത്. ആ ബഹുസ്വരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ ധർമ്മത്തിൻ്റെ പ്രതിരോധം. കാരണം എന്താ? കാരണം ഇതിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക്, ഈ ധർമ്മത്തെ തകർക്കണമെന്നുള്ള ആളുകൾക്ക് ഇതിലെവിടെയാണ് ഇതിനെ ആക്രമിക്കേണ്ടതെന്ന് അറിയുന്നില്ല. മറ്റ് സെമിറ്റിക് സംസ്കാരങ്ങളെ തകർക്കാൻ നിങ്ങൾ ഒന്നല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥത്തെ ആക്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവാചകനെ ആക്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഈശ്വരനെ ആക്രമിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തകർന്നാൽ പിന്നെ ആ സംസ്കാരത്തിന് നിലനിൽപ്പില്ല. ഇവിടെയോ? ഇവിടെ 1000 തലകളുള്ള അനന്തനെ പോലെ എവിടെ പ്രഹരിച്ചാലാണ് ഈ ധർമ്മം നശിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ശത്രുക്കൾക്ക് പിടികൊടുക്കാത്തൊരു മഹാവിസ്മയമായിട്ട് ഈ ധർമ്മം നിൽക്കുകയാണ്. നിങ്ങൾ ഒരു മനുഷ്യായുസ് മുഴുവൻ എടുത്തുകൊണ്ട് ഭഗവത്ഗീത തെറ്റാണെന്ന് സ്ഥാപിച്ചോളൂ. ഭഗവത്ഗീതയെ നിഷേധിച്ചുകൊണ്ട് എനിക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കും. നിങ്ങൾ രാമനെയോ കൃഷ്ണനെയോ ജീവിച്ചിരുന്നവരല്ലെന്നോ, ജീവിച്ചാൽ തന്നെ ശരിയായിട്ടുള്ളവരല്ലെന്നോ സ്ഥാപിച്ചോളൂ. രാമനും കൃഷ്ണനും ഇല്ലാണ്ടിയും ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെയോ, ഒരു പന്ഥിനെയോ, ഒരു വിശ്വാസ പക്ഷത്തെയോ നിങ്ങൾക്ക് തെറ്റെന്ന് സ്ഥാപിക്കാം. ഈ പക്ഷങ്ങളൊന്നുമില്ലാതെയും ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കും. അങ്ങനെ വളയമില്ലാതെ ചാടാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന വലിയൊരു സിദ്ധാന്ത രൂപമാണിത് എന്നതുകൊണ്ടാണ് ഇതിനെ പുറമെ നിന്നുള്ള ആക്രമണം കൊണ്ട്, അധിനിവേശം കൊണ്ട് തകർക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം ഇവർക്കുണ്ടായത്. പിന്നീടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? പിന്നെ ഇതിന് ഉള്ളിൽ നിന്ന് തകർക്കാനാണ്. പുറമെ നിന്ന് മറ്റ് സംസ്കാരങ്ങളെ, മറ്റ് പദ്ധതികളെ തകർത്തതുപോലെയുള്ള ബാഹ്യമായിട്ടുള്ള അധിനിവേശത്തിലൂടെ തകർക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ എത്രയോ കാലങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അതിന് ഇവർ കണ്ടെത്തിയിട്ടുള്ള ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് ജാതി. ഈ ജാതി എന്ന് പറയുന്ന കണ്ണിയുടെ മേലെ നിരന്തരമായിട്ട് ആവർത്തിച്ച് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ ധർമ്മം പിളരും. അവിടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വെറുപ്പും സംശയവും അകൽച്ചയും വിരോധവും ഉണ്ടാവും. അങ്ങനെ പരസ്പരം കലഹിച്ച്, എങ്ങനെയാണോ യാദവ വംശം പരസ്പരം കലഹിച്ച് നശിച്ചു പോയത്. നാരായണ സേനയാണ് മഹാഭാരത യുദ്ധത്തിൽ കൗരവര് മുഴുവൻ കൂടിയിട്ടും തകർക്കാൻ പറ്റാത്തൊരു സൈന്യമാണ്. പാണ്ഡവർ വിചാരിച്ചിട്ടും തകർക്കാൻ കഴിയാത്തൊരു സൈന്യമാണ്. ആ സൈന്യം അവസാനം എങ്ങനെയാണ് നശിച്ചത്? സ്വയം കലഹിച്ച് പരസ്പരം കുശിപ്പുല്ലുകൊണ്ട് ഒലക്ക പോലെ പരസ്പരം പോരടിച്ചിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ സ്വയം തമ്മിൽ തകർന്നുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ജാതിയുടെ ഈ ആയുധത്തെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ അടിസ്ഥാനമായിട്ട് ഈ ധർമ്മത്തെ തന്നെ പഠിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ. എന്താണ് സനാതന ധർമ്മം, എന്താണ് ജാതി, എന്താണ് വർണ്ണം എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്തിടത്തോളം, കൃത്യമായിട്ടുള്ള അജണ്ടയുള്ള, കൃത്യമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ഈ കാര്യത്തെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കാനും നമ്മുടെ മനസ്സിൽ ഇതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കാനും സാധിക്കും. നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് സംശയിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ആരെങ്കിലും ഒന്ന് വന്ന് പറയുക വേണ്ടി നമുക്ക് സംശയം തുടങ്ങി, അല്ലേ? ആര്യനാക്രമണ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ട് ഇപ്പോഴും നമ്മുടെ ആളുകളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്നാലും നമ്മളൊക്കെ ദ്രാവിഡരല്ലേ എന്നുള്ള ചിന്ത, അല്ലേ? ആര്യനാക്രമണ സിദ്ധാന്തം എന്ന് പറയുന്ന ചിന്താഗതി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ദർ വാസ് നോ ആര്യൻ ഇൻവേഷൻ, ദർ വാസ് ഓൺലി ആര്യൻ മൈഗ്രേഷൻ. അധിനിവേശം എന്ന് പറയുന്നൊരു സാധനമില്ല. ഇൻഡിജീനിയസ് ആര്യനിസമാണ് ഇപ്പോൾ ശാസ്ത്രലോകമൊക്കെ അംഗീകരിക്കുന്ന. ഈ ആര്യന്മാരെന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നവരല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ്. ഈ സംസ്കൃതി ഇവിടെ ഉള്ള ആളുകളാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണെന്ന്. പക്ഷേ നമ്മൾക്ക് വളരെ കാലങ്ങളായിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്താ? അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം എന്താ? കാരണം ഇവിടെ നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശം നടക്കുക.
12-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്നതാണ് ഇന്ത്യയിലുള്ള അധിനിവേശങ്ങളുടെ ചരിത്രം. ആദ്യം മുതൽ ഇസ്ലാമിക അധിനിവേശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം 16-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ അധിനിവേശങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അധിനിവേശങ്ങൾ നടക്കുന്നുണ്ട്. ഈ അധിനിവേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇസ്ലാമിക അധിനിവേശം പൂർണ്ണമായിട്ട് ശക്തി കൊണ്ട് നടന്നിട്ടുള്ളൊരു അധിനിവേശമായതുകൊണ്ട്, കായികമായിട്ട് നടന്നൊരു അധിനിവേശമായതുകൊണ്ട്, സൈനികമായി നടന്നൊരു അധിനിവേശമായതുകൊണ്ട് അതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള പ്രതിരോധവും ഇവിടെ ഉണ്ടായിരുന്നു. അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കാനുള്ള വിദ്യ കുറേ കാലത്തെ ബുദ്ധ ജൈന മതങ്ങളുടെ പ്രതാപം കൊണ്ട്, അഹിംസാവാദത്തെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് പ്രത്യാക്രമണശേഷി വളരെയേറെ കുറഞ്ഞു പോയിരുന്നെങ്കിലും തീരെ ഇല്ലാതെ ആയിരുന്നില്ല. ബുദ്ധ ജൈന മതങ്ങളുടെ വലിയ പ്രചാരം ഒരു കാലഘട്ടത്തിൽ ഇവിടെ തെറ്റായ മട്ടിലുള്ള അഹിംസാവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഹിന്ദുവിൻ്റെ ക്ഷാത്രവീര്യത്തെ, പ്രതിരോധ ശേഷിയെ വലിയ അളവ് വരെ കുറയ്ക്കുകയും ചെയ്തു എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 11-ാം നൂറ്റാണ്ട് മുതലുള്ള അധിനിവേശങ്ങൾ വലിയ പ്രതിരോധം സൃഷ്ടിക്കാതെ നമുക്ക് കീഴടങ്ങേണ്ടി വന്നത്. എന്നാലും തിരിച്ചടിക്കാനുള്ള സംവിധാനം, വൈകുന്നേരം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഈ 13-ാം നൂറ്റാണ്ട് മുതൽ നടന്നിട്ടുള്ള ഇന്ത്യൻ റെസിസ്റ്റൻസുകളെ പറ്റി, വിജയനഗര സാമ്രാജ്യത്തെ പറ്റി, മറാത്ത സാമ്രാജ്യത്തെ പറ്റി. കാരണം സൈനികമായിട്ടുള്ള പ്രതിരോധം എത്രയായാലും അതിനെതിരെ ഒരു സൈനികമായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ യൂറോപ്യൻ അധിനിവേശത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഈ പറയുന്ന ക്രിസ്ത്യൻ അധിനിവേശത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അത് മിലിറ്ററി ആയിട്ടുള്ളൊരു ഇൻവേഷൻ ആയിരുന്നില്ല, അത് സൈനികമായ കായികമായിട്ടുള്ളൊരു അധിനിവേശമായിരുന്നില്ല. നേരെ തിരിച്ച് അത് മാനസികമായിട്ടുള്ളൊരു അധിനിവേശമായിരുന്നു എന്നാണ്. ഇവരുടെ ഭരണം നമുക്ക് നല്ലതാണല്ലോ വരുത്തുന്നത് എന്ന ചിന്തയാണത് നമ്മുടെ ഉള്ളിൽ പോലും സൃഷ്ടിക്കുന്നത്. ഇപ്പോഴും നമുക്കിടയിൽ ആളുകളുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട് നമുക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയല്ലോ, ബ്രിട്ടീഷുകാർ കുറേ കാലം ഭരിച്ചുകൊണ്ട് നമ്മൾ നല്ല സംസ്കാരമുള്ളൊരു ജനതയായി മാറി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കച്ചറ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ആളുകളായി തുടർന്നു പോയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ അങ്ങോട്ട് സിവിലൈസ് ചെയ്തു. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സലീഷിന് അറിയാം, ഞാൻ അമൃത യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചർ കൊടുക്കാൻ പോയി, ഡീകോളനൈസേഷൻ ഓഫ് ഇന്ത്യൻ മൈൻഡ്സ്, ഇന്ത്യൻ മനസ്സുകളുടെ അപകോളനീകരണം. ഞാനിതെല്ലാം സംസാരിച്ച് അപകോളനീകരണത്തെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമൃത യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുക, എന്തായാലും ബ്രിട്ടീഷുകാർ കുറച്ചു കാലം ഭരിച്ചുകൊണ്ട് നമുക്ക് സയൻറ്റിഫിക് ടെക്നോളജിയിലൊക്കെ നല്ല അഡ്വാൻസ്മെന്റ് ഉണ്ടായില്ലേ, റെയിൽവേ വന്നില്ലേ, ടെലിഫോൺ വന്നില്ലേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായില്ലേ? ഇത് ബ്രിട്ടീഷുകാർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചതല്ല, അവർക്ക് നമ്മളെ നന്നായി ഭരിക്കാനുള്ള സൗകര്യാർത്ഥം ചെയ്തു വെച്ചതാണ്. നിലമ്പൂരത്തെ തേക്കുകൾ കടത്താൻ കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ റെയിൽവേ പാത ഇവിടെ വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് കമ്മ്യൂണിക്കേഷൻസ് നേരത്തെ നടത്താൻ വേണ്ടിയിട്ടാണ് തീവണ്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രത്തിന്റെ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടില്ലല്ലോ ജപ്പാനിൽ സയന്റിഫിക് ഇന്നോവേഷൻ ഉണ്ടായിട്ടില്ലേ? ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടില്ലല്ലോ ചൈനയിൽ ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഉണ്ടായിട്ടില്ലേ? ബ്രിട്ടീഷുകാർ ഭരിക്കാത്ത ലോകത്തിന്റെ ബാക്കിയുള്ള ദേശങ്ങളിലൊന്നും ആളുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? 18-ാം നൂറ്റാണ്ടിന് ശേഷം നടന്ന ഇൻഡസ്ട്രിയലൈസേഷൻ, 20-ാം നൂറ്റാണ്ട് മുതൽ നടന്നിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻസ്, ഇത് ലോകത്തിന്റെ മുഴുവൻ പൊതുസ്വത്താണ്. ഇത് ഒരു ബ്രിട്ടീഷുകാരനും വന്നില്ലെങ്കിലും ലോകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമായിരുന്നു. 1947 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവർക്ക് സൈനികമായിട്ട് കോളനികൾ നിലനിർത്താൻ കഴിയേണ്ട വന്നപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും കോളനികൾ വിമോചിതരായിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഉൾപ്പെടെ യാതൊരു സ്വാതന്ത്ര്യ സമരവും ഇല്ലാണ്ട് അവിടുത്തെ കോളനികളൊക്കെ വിമോചിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ചരിത്രത്തിന്റെ ഉൽപ്പന്നമായി സംഭവിച്ചതാണ്. നേരെ തിരിച്ച് ഇവരിവിടെ ചെയ്തു വെച്ചത് എന്താണ് നമുക്കറിയാമോ? നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ മികവിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ടോ? ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം, അതല്ലല്ലോ നമ്മുടെ വിഷയം, എന്നാലും പറഞ്ഞു വന്നതുകൊണ്ട് അതിനെ കൂടി ഒന്ന് സ്പർശിച്ചു പോകാമെന്ന് വിചാരിക്കുക. 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ, ലോകത്തിന്റെ മൊത്തം GDPയിലെ ഇന്ത്യയുടെ സംഭാവന എന്ന് പറയുന്നത് 42%, 42% ഓഫ് വേൾഡ് GDP. ഇത് 11-12 നൂറ്റാണ്ടുകളിലെ ഇസ്ലാമിക അധിനിവേശങ്ങൾക്ക് ശേഷം 15-ാം നൂറ്റാണ്ടാവും, 13-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും എത്രയായി മാറുന്നു? 33% മാറുന്നു. അതായത് 1/3 ഭാഗം ആയി മാറുന്നു. 16-ാം നൂറ്റാണ്ടാവുമ്പോൾ, മുഗൾ ഭരണകാലമാവുമ്പോൾ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ 24% മാറുന്നു, 1/4 ഭാഗം. പിന്നീടാണ് ഈ ബ്രിട്ടീഷ് ഭരണം ഉണ്ടാകുന്നത്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയുടെ ലോകത്തിലുള്ള GDPയുടെ കോൺട്രിബ്യൂഷൻ 2%. 2%. ലോകത്തിന്റെ മൊത്തം GDPയുടെ പകുതി ഭാഗം കൈയാളിയിരുന്ന, 16-ാം നൂറ്റാണ്ട് വരെ 1/4 ഭാഗം കൈയാളിയിരുന്ന ഒരു രാജ്യത്തെ കേവലം 200 കൊല്ലത്തെ സിസ്റ്റമാറ്റിക് ചൂഷണം കൊണ്ട് സബ്സഹാറൻ രാജ്യങ്ങളുടെ നിലവാരം പോലും ഇല്ലാത്തൊരു ദരിദ്ര രാജ്യമാക്കി മാറ്റി. അവിടെ നിന്ന് എടുക്കാവുന്നിടത്തോളം എടുത്ത്, അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യാവുന്നിടത്തോളം ചൂഷണം ചെയ്ത് ഒടുവിൽ ചണ്ടിയാണ്, ഇതിൽ നിന്ന് ഇനി ഒന്നും എടുക്കാൻ ബാക്കിയില്ലെന്ന് തോന്നിയപ്പോൾ ഉപേക്ഷിച്ച് പോയവന്റെ മഹാമനസ്കതയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാറായില്ലേ? അപ്പോൾ നമുക്ക് ഈ മാനസികമാണ് അധിനിവേശം എന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇവർ നമ്മളെ കായികമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് അല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അവർ ഭരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ സാംസ്കാരികമായിട്ട് ഉദ്ധരിക്കുകയായിരുന്നു ഞങ്ങളെന്ന് ആ ജനതയെ തന്നെ വിശ്വസിപ്പിക്കാനുള്ള ഒരു മികവ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അവരുടെ ഒരു വൈറ്റ് മെൻസ് ബേർഡൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അപരിഷ്കൃതരായി പാഗന്മാരായി ജീവിക്കുന്ന സമൂഹങ്ങളെ സംസ്കാരത്തിലേക്ക് എടുത്തുയർത്താനുള്ള ദൈവത്തിൻ്റെ നിയോഗിക്കപ്പെട്ട സമൂഹമാണ്. ചോസൻ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ ദൗത്യമാണ് എന്നാണ് അവർ വിചാരിച്ചത്. വൈറ്റ് മെൻസ് ബേർഡൻ. അതുകൊണ്ട് ഒരു ലോകത്തുള്ള പല സ്ഥലങ്ങളിലും ചെന്ന് കോളനികൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ വിഭവങ്ങളൊക്കെ കട്ടെടുത്തിട്ട് അവിടുത്തെ മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ പോലും അത് ആ മനുഷ്യരോട് ചെയ്ത ദയയാണ്, നീതിയാണ്. ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു പറയുന്നൊരു വാചകമുണ്ട്. അവർ ആദ്യം ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിറയെ ഭൂമി ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ബൈബിളും ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഞങ്ങളുടെ ഭൂമി ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ അധിനിവേശം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിച്ചത്. അത് തന്നെയാണ് അവർ ഇന്ത്യയിൽ ചെയ്തത്. പക്ഷെ അവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു എന്താ പറയുക, ഒരു സമൂഹത്തിൻ്റെ ചരിത്ര നിർമ്മിതി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാവുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ പറയുക, മാനുകളുടെ ചരിത്രം എഴുതാൻ നമ്മൾ സിംഹത്തിനെ ഏൽപ്പിച്ചാൽ ആ ചരിത്രം മാനുകളെ പറ്റി എന്താണ് പറയുക? മാനുകളുടെ ചരിത്രം സിംഹമാണ് എഴുതുന്നതെങ്കിൽ അതിൽ മാനിൻ്റെ വേദനയെപ്പറ്റി, മാൻ അനുഭവിച്ച പീഡനത്തെപ്പറ്റി, മാൻ നേരിട്ട അനീതിയെപ്പറ്റി ഒരു വാചകമെങ്കിലും ഉണ്ടാവുമോ? മാനുകൾ പണ്ട് തൊട്ടേ സിംഹത്തിനിരയാവുന്ന ജീവിയാണ്. സിംഹത്തിനിരയാവുക എന്നുള്ളതാണ് മാനിൻ്റെ പരമമായിട്ടുള്ള ദൗത്യം. സിംഹത്തിനിരയാവുന്നതിലൂടെ മാത്രമേ മാനിന് മോക്ഷമാർഗം സാധ്യമാവുള്ളൂ. അതുകൊണ്ട് എല്ലാ മാനുകളും നാളെ തൊട്ട് വരിവരിയായി ചെന്ന് സിംഹത്തിന് മുന്നിൽ ചെന്ന് നിന്ന് കൊടുത്തോളം എന്ന് പറയുന്നതാണ് ആ ചരിത്രം. ഇത് വിശ്വസിക്കും മാനുകൾ. നിരന്തരമായിട്ടുള്ള മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ അക്കാഡമിയ, ഇന്റലിജൻസിയ, മീഡിയ എന്നീ പറയുന്ന ഉപാധികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവന് ഇരയാവുന്നത് എൻ്റെ മോക്ഷമാണെന്നൊരു സമൂഹത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്വയം വെറുക്കാൻ ഒരു സമൂഹത്തെ പരിശീലിപ്പിച്ചെടുക്കുന്ന വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ചരിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു അപകടമാണ്. അതുകൊണ്ടാണ് ഈ ആര്യനാക്രമണ സിദ്ധാന്തം പോലത്തെ സംവിധാനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ് ഈ ആര്യനാക്രമണ സിദ്ധാന്തത്തിൻ്റെ പശ്ചാത്തലം? ഇവരിവിടെ വന്നപ്പോൾ, ഇവർ ലോകത്തിൻ്റെ ബാക്കി എല്ലാ സ്ഥലത്തും പോയപ്പോൾ അവിടുത്തെ മനുഷ്യരെല്ലാം വളരെ എളുപ്പത്തിൽ അവർക്ക് കീഴിലാക്കാൻ കഴിഞ്ഞു. കാരണം എന്താ? തൊലി നിറം കൊണ്ട് തന്നെ അവർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന സ്ഥലത്തുള്ള മനുഷ്യർ മുഴുവൻ കറുത്തവർ, ഞങ്ങൾ വെളുത്തവരോ, വെളുത്തവരായതുകൊണ്ട് തന്നെ എനിക്കൊരു മേന്മയുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് അവർ വിശ്വസിച്ചിരുന്നു. അവിടുത്തെ സമൂഹത്തെ നിങ്ങൾ സാംസ്കാരികമായിട്ട് അധപ്പതിച്ചവരാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ മനുഷ്യരാവട്ടെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ജനത ഞങ്ങളാണെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മഹനീയമായ സംസ്കാരമുള്ള ഒരു സമൂഹമാണ് ഞങ്ങളുടേത്. വേദങ്ങളെ സൃഷ്ടിച്ച സമൂഹമാണ് ഞങ്ങളുടേത്, അല്ലേ? ഋഗ്വേദം പോലെയുള്ള സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമായിട്ടുള്ള അപൗരുഷയങ്ങളായിട്ടുള്ള ഈശ്വരവാണിയെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സംസ്കാരമാണിത്. 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ 42% GDP കൈയാളിയിരുന്ന രാജ്യമാണിത്. ഗോൾഡൻ ബേർഡ്, സോനേക്ക ചിടിയ, സുവർണ പക്ഷി എന്ന് ലോകത്തിനെ കൊണ്ട് മുഴുവൻ വിളിപ്പിച്ച രാജ്യമാണിത്. ഈ ഞങ്ങളെ ഭരിക്കാൻ ആരാണ് ഈ പറയുന്ന കപ്പലിൽ കയറി വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരൻ? അപ്പോൾ ആ സമൂഹത്തെ അടക്കി ഭരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഇവൻ്റെ പൈതൃകത്തിലുള്ള ആത്മവിശ്വാസം, ഇവൻ്റെ പഴമയിലുള്ള അഭിമാനം, ഇവൻ്റെ പൂർവികരിലുള്ള ആത്മാഭിമാനത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ സമൂഹത്തെ മെരുക്കാൻ സാധിക്കുള്ളൂ എന്ന് അവർക്ക് തോന്നി. പൊതുവിൽ പറയാറുണ്ട്, ഓർമ്മകളിൽ കാടുള്ള മൃഗം മെരുങ്ങാൻ കൂട്ടാക്കില്ല. ആനയെ തളയ്ക്കുമ്പോൾ ആനയുടെ ഓർമ്മകളെ കെടുത്തുക എന്നുള്ളതാണ് അത്ര ആദ്യത്തെ വിദ്യ. കാരണം ഓർമ്മയിൽ കാടുള്ള ഒരു ആന മെരുങ്ങാൻ കൂട്ടാക്കില്ല. അതിന് നഷ്ടപ്പെടുന്നത് എന്താണെന്ന ബോധ്യം അതിനുണ്ടാവും. അതിന് ആ വന്യതയിലേക്ക്, തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഉത്കടമായിട്ടുള്ള ആത്മദാഹം ഉണ്ടാവും. എത്ര വലിയ തോട്ടിക്കും എത്ര കനം കൂടിയ ചങ്ങലയ്ക്കും അതിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ള ചിന്ത ആ ജീവിക്കില്ലാണ്ട് ആയി കഴിഞ്ഞാൽ അതിനെ മെരുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഓർമ്മകളിൽ കാടുള്ള മൃഗം മെരുങ്ങാൻ കൂട്ടാക്കാത്തത്. ആഴത്തിൽ വേരുകളുള്ള മരങ്ങൾ കൊടുങ്കാറ്റിൽ വീഴാത്തത്. ആഴത്തിൽ വേരുകളുള്ള മരങ്ങൾ എത്ര വലിയ കൊടുങ്കാറ്റിലും തകർന്നു വീഴില്ല. കാരണം അതിന് ആ മണ്ണിൽ പിടിച്ചു നിൽക്കാനുള്ള നൈസർഗികമായിട്ടുള്ള വൈഭവമുണ്ട്. മരത്തെ വീഴ്ത്തണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ വേരിൻ്റെ ആഴം കുറയ്ക്കണം. മൃഗത്തെ മെരുക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓർമ്മ കെടുത്തണം. അങ്ങനെയാണ് ഒരു സമൂഹത്തെയും ചട്ടമെടുപ്പിക്കുന്നത്. MN വിജയൻ പറയുന്നുണ്ട്, കുഴിയിൽ വീണ കുട്ടിയാനയുടെ കഥയാണ് മെരുക്കിയെടുക്കുന്ന മനുഷ്യൻ്റെയും കഥ എന്ന്. പിന്നീട് ഉടമസ്ഥൻ പഠിപ്പിക്കുന്നത് മനഃപ്പാഠമാക്കി ഉരുവിടാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മളെ മെരുക്കിയെടുത്തത്. കാരണം നിങ്ങൾ ഈ വലിയ കൊട്ടിഘോഷിക്കുന്ന, നിങ്ങൾ വലിയ അഭിമാനത്തോടെ പറയുന്ന, നിങ്ങൾ നിങ്ങളുടെ അഭിമാനമായി, ഗരിമയായി, പൈതൃകമായി ഉദ്ഘോഷിക്കുന്ന ഈ വേദങ്ങളൊന്നും നിങ്ങളുടേതേ അല്ല. പിന്നെയോ ഇത് എന്താ പറയുക, സെൻട്രൽ ഏഷ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഒക്കെ കാലിമേച്ച് വന്നിട്ടുള്ള ചില ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ എന്തിനും ഞങ്ങളെ എതിർക്കുന്നത്? ഞങ്ങൾ അധിനിവേശക്കാരാണെങ്കിൽ ഇവിടെ ഉള്ളത് മുഴുവൻ അധിനിവേശക്കാരുടെ ബാക്കിയല്ലേ? നിങ്ങളുടെ ഈ വേദം അധിനിവേശക്കാരുടെ ബാക്കിയല്ലേ? അവർ കുറെ നേരത്തെ വന്നു, ഞങ്ങൾ കുറച്ച് വൈകി വന്നു എന്ന വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സംസ്കാരത്തെ തന്നെ നിങ്ങൾക്ക് അന്യമാക്കി മാറ്റി, നിങ്ങളുടെ പൂർവികരെ നിങ്ങളുടെ അധിനിവേശക്കാരാക്കി മാറ്റി, ആ സംസ്കാരത്തിൽ, ആ പൈതൃകത്തിലുള്ള നിങ്ങളുടെ ആത്മാഭിമാനത്തെ എടുത്തു മാറ്റുകയാണ്. അങ്ങനെയാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തമൊക്കെ ഇവിടെ
ഉണ്ടാവുന്നത്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് ഈ പറയുന്ന സിദ്ധാന്തങ്ങളുടെ സ്ഥാനം എന്ന് നമ്മൾ ഓർമ്മിക്കണം. പക്ഷേ നമ്മുടെ മനുഷ്യർ ഇപ്പോഴും ആര്യനാഥിനേശത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയം വെറുക്കാൻ പരിശീലിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നളന്ദയിലെ സർവകലാശാല തകർത്തിട്ടുള്ള ഭക്തിയാർ ഖിൽജിയുടെ പേരിലാണ് നളന്ദയിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇപ്പോഴൊന്ന്. നളന്ദയിലെ സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ള ആളുടെ പേരിലല്ല. അതല്ലെങ്കിൽ രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അപമാനത്തിന്റെ ചിഹ്നമായിട്ട് അധിനിവേശത്തിന്റെ അടയാളമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മാരകം, അതിലാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം എന്ന് നൂറ്റാണ്ടുകളോളം ജീവിച്ചിട്ടുള്ള ഒരു സമൂഹം. ഈ സമൂഹം ലോകത്തിൽ എവിടെയാണ് ഉണ്ടാവുക? ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവിടെ അധിനിവേശത്തിന്റെ അടയാളങ്ങൾ എടുത്തു കളയും, അപമാനത്തിന്റെ ചിഹ്നങ്ങൾ എടുത്തു കളയുമാണ്. പക്ഷേ അപമാനത്തിന്റെ ഒരു അടയാളത്തെ സംരക്ഷിത സ്മാരകമാക്കി നൂറ്റാണ്ടുകൾ പരിരക്ഷിച്ചിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു സമൂഹമാണ് നമ്മുടേത്. കാരണം നിരന്തരമായി നമ്മളെ പരിശീലിപ്പിച്ചത് സ്വയം വെറുക്കാനാണ്, അവനവനെ ചെറുക്കാനാണ്. അതുകൊണ്ടാണ് കൂടുതൽ പഠിക്കുന്നവരും നമ്മൾ ഈ സംസ്കാരത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം പോലും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം, ഇങ്ങനെ സ്വയം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സിദ്ധാന്തങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഹിന്ദു ധർമ്മത്തിലെ ജാതിയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിഫൻസിലേക്ക് ആയിപ്പോകും. പെട്ടെന്ന് നമ്മൾ അപകർഷതാബോധത്തിലേക്ക്, നമ്മുടെ പ്രതിരോധ ബോധത്തിലേക്ക്, അതിനെ ന്യായീകരിക്കാൻ കഴിയാത്ത തലത്തിലേക്കൊക്കെ നമ്മൾ വരും. ശരിയാണ്, പണ്ട് കാലത്ത് അങ്ങനെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ആ ചിന്താഗതികളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ വിജാതീയ സമൂഹമായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ അവിടെ അഡ്മിഷൻ വന്നു, അവിടെ അഡ്മിഷൻ ഓഫ് ഗിൽട്ട് വന്നു. 100 കൊല്ലം മുമ്പ് നിങ്ങൾ ഈ പറയുന്ന സംസ്കാരം, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഈശ്വരനായി കാണുന്ന സംസ്കാരം, ലോകത്തിന് മുഴുവൻ ഗുണം വരട്ടെ, സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച സംസ്കാരം, സഹജീവികളായിട്ടുള്ള മനുഷ്യരെ മൃഗങ്ങളെക്കാൾ ഹീനരായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്ന അഡ്മിഷൻ വന്നോട് കൂടിയിട്ട് സനാതനധർമ്മത്തിനെതിരെയുള്ള എല്ലാ വാദങ്ങളും ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. സത്യം എന്താണ്? എവിടെയാണ് സനാതനധർമ്മത്തിൽ ജാതി? ഞാനൊരു വെല്ലുവിളി പോലെ ചോദിക്കുകയാണ്. സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും നിങ്ങളെടുത്ത് പരിശോധിക്കുക. സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വേദങ്ങളോ ഉപനിഷത്തുകളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ സൂക്തങ്ങളോ ശ്ലോകങ്ങളോ മുഴുവൻ സാഹിത്യമായിട്ടുള്ള എല്ലാ കൃതികളെയും നിങ്ങളെടുത്ത് പരിശോധിക്കുക. ജാതി എന്നൊരു വാക്ക് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയിലുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഈ വേദിയെ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത്. കാരണം ജാതി എന്നതൊരു ഭാരതീയ സങ്കല്പമേ അല്ല. ഇവിടെ ജാതി എന്ന വാക്കിന് അർത്ഥം പോലും ജനിച്ചത് ജാത എന്നുള്ള വാക്കിൽ നിന്നാണ്, ജനിച്ചത് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ജാതി ഉണ്ടാവുന്നത്. മനുഷ്യജാതി, മൃഗജാതി, ജനജാതി, ജീവജാതി എന്ന് പറഞ്ഞാൽ എന്താ? ജാതിയെ റേസ്, വംശം, വർഗം, വർണ്ണം എന്ന കൊണോട്ടേഷനിൽ ഉപയോഗിക്കുന്ന കാസ്റ്റ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ പോർച്ചുഗീസ് വാക്കായിട്ടുള്ള കാസ്റ്റായിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പോർച്ചുഗീസ് വാക്കായിട്ടുള്ള കാസ്റ്റ എന്ന വാക്കിൽ നിന്നാണ് കാസ്റ്റ് ഉണ്ടാവുന്നത്. അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സംസ്കൃത പദവില്ലാത്തത് കൊണ്ട് നമ്മൾ ജനിച്ചത് എന്നർത്ഥമുള്ള ജാതി എടുത്ത് ഉപയോഗിച്ചതാണ്. കാരണം എന്താ? കാരണം ഇങ്ങനെ മനുഷ്യരെ വംശങ്ങളായി വർഗങ്ങളാക്കി ഭിന്നിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിലല്ലേ അതിനുതകുന്ന ഭാഷ, അതിനുതകുന്ന വാക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. എന്താണ് ധർമ്മത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിലീജിയൻ എന്നാ പറയാറ്. ധർമ്മത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് റിലീജിയൻ എന്നാണോ? ധർമ്മത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് റിലീജിയൻ എന്നല്ല. റിലീജിയൻ എന്നത് മതമാണ് അല്ലേ? പക്ഷേ ധർമ്മം എന്നൊരു സങ്കല്പം പാശ്ചാത്യ ദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പാശ്ചാത്യന് യൂറോപ്പിന് മനസ്സിലാക്കുന്ന ഒരു സങ്കല്പമല്ല ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വ്യവഹരിക്കുന്ന ഭാഷ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ ജ്ഞാനോദയത്തെ പറ്റി, ബോധോദയത്തെ പറ്റി ഓഷോ പറയുന്നൊരു വാചകമുണ്ട്. നമ്മുടെ ബോധോദയങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ വ്യവഹാര ഭാഷയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിന് ബോധോദയത്തെ വ്യവഹരിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ? കാരണം ഈ ബോധോദയം ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യരൊന്നും ഒരു ഭാഷയും നിർമ്മിച്ചിട്ടില്ല. എല്ലാ ബോധോദയങ്ങളും ഉണ്ടായത് മൗനത്തിലാണ്. ബുദ്ധന് ബോധോദയം ഉണ്ടായതും വർത്തമാന മഹാവീരന് ബോധോദയം ഉണ്ടായതും ഒക്കെ മൗനത്തിലാണ്. സത്യം ഉച്ചരിക്കപ്പെടുന്ന മാത്രയിൽ അസത്യമായി തീരുന്നു എന്നാണ് സെൻഗുരുവായിട്ടുള്ള ബോക്കുജി പറയുന്നത്. ഇത് പറഞ്ഞാൽ ഇത് അസത്യമായി മാറിയതാണ്. അപ്പോൾ എല്ലാ ബോധോദയങ്ങളും മൗനത്തിൽ സംഭവിക്കുന്നു. ബോധോദയം സംഭവിച്ചവരാരും ഭാഷകൾ നിർമ്മിക്കുന്നില്ല. ഈ ഭാഷ നിർമ്മിച്ചതോ ബോധോദയം കിട്ടിയിട്ടില്ലാത്ത സാധാരണ മനുഷ്യരാണ്. ഇവർക്ക് ഈ ബോധോദയം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് കേട്ടറിവല്ലേ ഉള്ളൂ. ഇവർക്കിതിനെ വ്യവഹരിക്കാൻ കൃത്യമായിട്ടുള്ള പദങ്ങളില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പോരായ്മ. അതിന് എൻലൈറ്റൻമെന്റ് എന്താണെന്നത് വ്യവഹരിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയും. ഇതുപോലെ ഈ കേട്ട് പരിചയമില്ലാത്തൊരു സംഗതിയെ, അവരുടെ ചിന്താമണ്ഡലത്തിൽ ഉൾപ്പെടാത്തൊരു സംഗതിയെ വിശദീകരിക്കുന്ന വാക്കുകളോ വാചകങ്ങളോ ഒരു ഭാഷയിലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ധർമ്മം അതിന് തുല്യമായിട്ടൊരു വാക്ക് അവിടെ യൂറോപ്പിൽ ഉണ്ടാവാത്തത്. അതുകൊണ്ടാണ് കാസ്റ്റ് എന്നതിന് തുല്യമായിട്ടുള്ളൊരു വാക്ക് ഇന്ത്യയിലും ഉണ്ടാവാത്തത്. അതുകൊണ്ട് കിട്ടിയൊരു വാക്ക് വെച്ച് നമ്മൾ ഒപ്പിച്ചതാണ് ജാതി. അതല്ലാതെ ജാതി എന്ന വാക്കിന് മനുഷ്യരെ വേർതിരിക്കുന്നത്, ഭേദിപ്പിക്കുന്നത് എന്ന അർത്ഥമേ ഇല്ല. ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത് വർണ്ണങ്ങളെ പറ്റിയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. എന്താ പറയുന്നത്? ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് ഞാനാണ്, വേറെ ആരുമല്ല. എന്നിട്ട് നിങ്ങൾ വേറെ ആരും ഉത്തരവാദിത്തം പോയിട്ട് തിരക്കണ്ട, ഞാനാണിതാ ഈ യുദ്ധഭൂമിയുടെ നടുക്ക് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സാക്ഷാൽ കൃഷ്ണനായിട്ടുള്ള ഞാൻ പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. എങ്ങനെയാ സൃഷ്ടിച്ചത്? ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിന്റെ
ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചത്. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനാണ് നിർമ്മിച്ചത്. 4 വർണ്ണങ്ങളാണുള്ളത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 4 തലങ്ങളെയാണത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും തമ്മിൽ കയറ്റിറക്കങ്ങളോ മേലെ താഴെ എന്നുള്ള ചിന്താഗതിയോ ഇല്ല. ഓരോരുത്തരുടെയും നിഷ്കർഷിക്കപ്പെട്ട ദൗത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ജന്മനാൽ കിട്ടുന്നതുമല്ല. ജന്മനാൽ ജായതേ ശൂദ്ര അല്ലെ, അങ്ങനെ പറയുന്നത്. ജന്മം കൊണ്ടൊരാൾ ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത്. എല്ലാവരും ജന്മനാൽ ജായതേ ശൂദ്ര എന്ന കർമ്മം കൊണ്ടാണ് ഇയാൾ ദ്വിജനായി മാറുന്നത്. അയാൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനാവുന്നു. രാജ്യത്തെയും പൗരന്മാരെയും ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ക്ഷത്രിയനാവുന്നു. ഐശ്വര്യ സംബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അയാൾ വൈശ്യനാവുന്നു. അയാൾ മറ്റുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജോലിയിൽ തന്നെ തുടരുമ്പോൾ അയാൾ ശൂദ്രനായിട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ജന്മനാൽ കിട്ടുന്ന ഒരേ ഒരു വർണ്ണം ശൂദ്രത്വമാണ്. അല്ലാതെ ഒരു ബ്രാഹ്മണനും ഞാൻ ബ്രാഹ്മണനായിട്ടുള്ള ഇന്നാളുടെ മകനായി ജനിച്ചത് കൊണ്ട് ഞാനൊരു ബ്രാഹ്മണനാണ് എന്ന് അവകാശപ്പെടാനുള്ള ഒരു സാങ്കത്യം നമ്മുടെ ശാസ്ത്രങ്ങളിലില്ല. അത് ജന്മനാൽ കിട്ടുന്ന ഒരു പദവിയല്ല, അത് വർണ്ണമാണ്. ഒരാളുടെ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അയാൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പദവിയാണ്. അപ്പോൾ ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ 4 വർണ്ണങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എവിടെയാണ് അവർണ്ണൻ വന്നത്? ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഇത്ര ആൾക്കാരുണ്ടല്ലോ, ഇവിടെ 100 ആളുണ്ട് വിചാരിക്കുക. ഇതിൽ നിങ്ങളെ ഞാൻ 25 വീതമുള്ള ഓരോ വിഭാഗങ്ങളാക്കി തിരിക്കുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുണ്ട് ABCD. അപ്പോൾ നാളെ പറയാണ്, നിങ്ങൾ ഈ ABCDക്കാർ കൂടിയിട്ട് ഈക്കാരെ ഇവിടെ ABCD അല്ലേ ഉള്ളൂ. 4 വർണ്ണം, ചാതുർവർണ്ണം എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ. പിന്നെ എവിടെ അവർണ്ണം? അവർണ്ണൻ എന്ന് പറയുന്നൊരു വിഭാഗമേ ഇല്ല. വർണ്ണം കൽപ്പിക്കപ്പെടാത്ത സമൂഹമേ ഇല്ല. എല്ലാവർക്കും വർണ്ണമുണ്ട്. നിങ്ങൾ ബ്രാഹ്മണനാണോ, നിങ്ങൾ ക്ഷത്രിയനാണോ, നിങ്ങൾ വൈശ്യനാണോ, അല്ലെങ്കിൽ നിങ്ങൾ ശൂദ്രനാണോ? എന്താ നിങ്ങളുടെ ദൗത്യം? ബ്രഹ്മജ്ഞാനവുമായി ബന്ധപ്പെട്ട, അറിവുമായി ബന്ധപ്പെട്ട, പഠനവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് ബ്രാഹ്മണൻ.